ഹലോ. അപ്പോൾ ലുലു പോയപ്പോൾ നമുക്ക് കുറച്ച് ഉണക്ക നത്തോലി കിട്ടി. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് ആദ്യം അതിൻ്റെ തലയൊക്കെ നുള്ളിക്കളഞ്ഞിട്ട് നല്ലോണം വെള്ളത്തിയിട്ട് കഴുകിയെടുക്കുക. ഒരു 3 വട്ടമെങ്കിലും കഴുകിയെടുക്കുക. ഇതാദ്യം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് നന്നായി കഴുകിയെടുക്കേണ്ടത്. 1 മണിക്കൂറെങ്കിലും വെള്ളത്തിയിട്ട് വെക്കുക. ഇനി അത് കഴുകിയെടുത്ത ശേഷം എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊരു 8 മിനിറ്റോളം അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കി കൊടുത്ത് അത്യാവശ്യം ഒന്ന് ക്രിസ്പ് ആവണം. എന്നാലാണ് അതിൻ്റെ അടുത്ത ചേരുവകൾ ചേർക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഭയങ്കര റബ്ബറി ടൈപ്പായിരിക്കും. ഇത് അടുപ്പത്തിരുന്ന് വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 8 ചെറിയ ഉള്ളി, അതിലേക്ക് 2 സ്പൂൺ ചതച്ച മുളകും ചേർത്ത് നന്നായി ചതച്ചെടുക്കുക. അതിനേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായി ചതച്ച് വെക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലും ചെയ്തെടുക്കാവുന്നതാണ്. കൂടുതൽ അരഞ്ഞു പോകാണ്ട് ഇരിക്കാൻ സൂക്ഷിക്കുക. അതിനുശേഷം അടുപ്പത്തിരിക്കുന്ന നത്തോലി അഥവാ നമ്മുടെ കൊഴുവ റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുക്കായിട്ട് ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ചിട്ട് ഈ ചതച്ച മുളക് ഉള്ളിയൊക്കെ കൂടി ഇട്ട് കൊടുക്കുക. അതവിടെ കിടന്ന് ഒന്ന് മൂപ്പിക്കുക. ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ചേർത്ത് വെച്ച ചതച്ചമുളകും ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് മൊത്തം കൊഴുവയോട് കൂടി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഈ ഉണക്കനത്തോലി ലുലുവിൽ നിന്ന് വാങ്ങിയതാണ്. അതിന് ഏതാണ്ട് 120 130 രൂപയായിരുന്നു ഈ ഒരു പാക്കിന് വന്നത്. ഇതേപോലെ അവിടെ ഉണക്ക ചെമ്മീൻ, ഉണക്ക മാന്തൽ, അങ്ങനെ പല ടൈപ്പ് ഓഫ് മീൻസ് അവൈലബിൾ ആയിരുന്നു. നല്ല ചൂട് കഞ്ഞിയും ഉണക്ക മീനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഒരിക്കലെങ്കിലും ലുലുവിലൊക്കെ പോകുമ്പോൾ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിക്കാത്തവരുണ്ടാവും. അപ്പോൾ ഇത് മൂത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. പിന്നെ ആവശ്യാനുസരണം ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും ബൈ.